മറ്റൊരു വാർത്തയിലേക്ക് ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ. പാർട്ടിയെ കൊണ്ട് നേടാൻ ആവുന്നത് തരൂർ നേടിയെന്നും പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തരൂരിന് പിന്തുണ നൽകുന്നത്. തരൂരിൻ്റെ സിരകളിൽ കോൺഗ്രസിൻ്റെ രക്തമില്ല. തരൂരിൻ്റെ നിലപാട് പാർട്ടിക്ക് ദോഷകരമെന്നും തരൂരിനെതിരെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പാർട്ടി എടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടാകില്ല. ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്, മനസ്സിലായില്ലേ? ആ ഒറ്റപ്പെട്ട ശബ്ദം കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ ഒരിക്കലും പാർട്ടി പുറത്താക്കില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സകല പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വെറുപ്പിനും അപ്രീതിക്കും ശ്രീ ശശി തരൂർ പാത്രീഭൂതമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നും ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. അബ്ദുൾ റഷീദ്, നേരത്തെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രവർത്തക സമിതി അംഗമായ തരൂരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഏറെക്കാലമായി തരൂരിൻ്റെ മനസ്സ് മോദിക്കൊപ്പമാണ്, BJPക്കൊപ്പമാണെന്ന് പരസ്യമായി നേരത്തെയും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കുറെ കൂടി കടുപ്പിച്ച് ശശി തരൂരിനെതിരെ പറയുന്നു. മാത്രമല്ല, ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്ന പരിഭവം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിപ്പിക്കുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ശശി തരൂരിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നേരത്തെയും ശശി തരൂരിൻ്റെ പല നിലപാടുകളെയും കർശനമായി വിമർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തുന്നത്. പ്രധാനമായും ശശി തരൂർ പാർട്ടിയുടെ ഒരു അംഗത്വം എടുത്തിട്ടുള്ളതൊരു വിശ്വപൗരനായാണ്. പിന്നീട് അദ്ദേഹത്തെ കേരളത്തിലടക്കം മത്സരിപ്പിക്കുകയും പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത് പാർട്ടിയാണ്. എന്നാൽ ആ പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്നതൊക്കെ തന്നെയും ശശി തരൂർ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി വിട്ടു പോകണമെന്നാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത്. അത് ഉറക്കെ വിളിച്ചു പറയുന്ന സമീപനങ്ങളാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിപ്പെടുത്തുകയാണ്. എന്തായാലും പാർട്ടി പുറത്താക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് BJPയിലേക്കുള്ളൊരു ചേക്കേറാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അംഗീകരിക്കില്ല. അത്തരത്തിലൊരു തീരുമാനം പാർട്ടിക്കില്ല എന്നുള്ള കാര്യം കൂടിയും അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ശശി തരൂരിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ തന്നെയും ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ്. കോൺഗ്രസിൻ്റെ നിരയിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വെറും ഒറ്റപ്പെട്ട ശബ്ദം മാത്രമായാണ് ശശി തരൂരിൻ്റെ പ്രസ്താവനകളെ തങ്ങൾ കാണുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. അതേസമയം ശശി തരൂരിനെ പിന്തുണക്കുന്നത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം പാർട്ടിയുടെയും ഈ പതനം ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇന്ദിരാഗാന്ധിയെ അടക്കം വിമർശിച്ചിട്ടുള്ള ഈ ലേഖനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് അത്തരം ലേഖനങ്ങൾ വായിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളില്ല എന്നുള്ള കാര്യം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ശശി തരൂരിൻ്റെ സിരകളിൽ ഒഴുകുന്നത് കോൺഗ്രസിൻ്റെ രക്തമല്ല എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ. തീർച്ചയായും, അതായത് ഈ ശശി തരൂരിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെയും രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിട്ടുണ്ട്. നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശശി തരൂരിനോട് ആ വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിലായാലും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തായാലും അതിനെ സംബന്ധിച്ച് പരസ്യമായ ഒരു നിലപാട് വ്യക്തമാക്കൽ ഉണ്ടാകുന്നില്ല. ഇവിടെ VD സതീശൻ അടക്കമുള്ളവരോട് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. അതിന് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറയുന്നു. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നു ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്ന്. പക്ഷേ ഹൈക്കമാൻഡ് ഇത്രയേറെ, കാരണം അടിയന്തരാവസ്ഥയെ കുറിച്ച് മാത്രമല്ല, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചും ഒക്കെ വലിയ വിമർശനങ്ങൾ തരൂർ പരസ്യമായി നടത്തുന്നു. ആവർത്തിച്ച് മോഡി സ്തുതിഗീതങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തക സമിതി അംഗത്തെ കൊണ്ടു നടക്കേണ്ട ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് എന്ന ചോദ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത് വരികൾക്കിടയിൽ. അപ്പോൾ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ ദുർബലമാകുന്നു എന്ന വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റായി അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും, അല്ലേ അബ്ദുൾ റഷീദ്?
അജിംഷാദ്, അത് തന്നെയാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുന്നത്. കാര്യം ശശി തരൂർ നേരത്തെ ഉയർത്തിയിട്ടുള്ള വിവാദങ്ങളിലൊക്കെ തന്നെയും മൗനം പാലിക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ ശശി തരൂരിനെതിരെ ഒരു പരസ്യ പരാമർശം പാടില്ല എന്ന് ഹൈക്കമാൻഡ് ഇത്തരം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ തന്നെയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ ഹൈക്കമാൻഡ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ വലിയ വിമുഖത കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെയും സഞ്ജയ് ഗാന്ധിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടി എഴുതിയത്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും വലിയ തലവേദനയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുക. അതേ സമയത്ത് പോലും ഹൈക്കമാൻഡ് ശശി തരൂരുമായി സംസാരിക്കാനോ ഒരു വിശദീകരണം തേടാനോ ഏതെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളതും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുകയാണ്. ആ ഭിന്നിപ്പാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ഈ ശശി തരൂരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് മുൻഗണനയിൽ എടുക്കുന്ന ഒരു സമീപനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും ഇത്തരത്തിൽ പാർട്ടിയിലെ ഒരു ഭിന്നിപ്പ് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത്. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു BJPയിലേക്ക് ചേക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കുവെക്കുകയുമാണ്. എന്തായാലും പാർലമെൻറ്റിൽ ഇനി ശശി തരൂർ എന്തെല്ലാം നിലപാടുകൾ എടുക്കുമെന്നുള്ളതും ഏറെ നിർണായകമാണ്. കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി കാര്യ യോഗത്തിലൊന്നും തന്നെ ശശി തരൂർ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. പിന്നീട് മോദി സ്തുതിയിലും അതോടൊപ്പം ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള തരൂരിൻ്റെ പല നിലപാടുകളും ഈ പാർലമെൻറ്റിൽ ഏറെ നിർണായകമാകും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അവസാന ഘട്ടത്തിൽ പോലും, അതായത് പാർലമെൻറ്റ് നാളെയാണ് ആരംഭിക്കുന്നത്, ഈ അവസാന ഘട്ടത്തിൽ പോലും ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു വിശദീകരണം തേടാനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അജിംഷാദ്.